ഹലോ, എല്ലാവർക്കും ന്യൂ ക്ലിക്ക് മീഡിയയുടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഈ ഒരു ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട കാര്യം, അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്നും മത്സ്യം വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, അതുപോലെ തന്നെ ഓരോ വീട്ടിലേക്ക് ഏകദേശം 10,000 രൂപ, അതായത് ഓരോ കുടുംബത്തിന് 10,000 രൂപയുടെ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട കാര്യം, ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്ക് ആവശ്യപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. ഇതോടനുബന്ധിച്ച് സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള 1 കോടി ഫലവൃക്ഷ തൈകളുടെ വിതരണവുമായി ബന്ധപ്പെട്ട പദ്ധതി കേരളത്തിൻ്റെ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് നിർവഹിക്കുന്നതാണ്. അതുപോലെ തന്നെ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, മാർക്കറ്റിൽ പോകുന്ന ആളുകൾ, പല ആളുകളും മത്സ്യമൊക്കെ വാങ്ങാറുണ്ട്. പഴക്കം ചെന്നിട്ടുള്ള മത്സ്യം, അതുപോലെ തന്നെ ഫോർമാലിൻ കലർത്തിയിട്ടുള്ള മത്സ്യം, ഇതൊക്കെ കേരളത്തിൽ നിന്നൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഫുഡ് അതോറിറ്റിയുമായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മനുഷ്യർക്ക് വളരെ ഹാനികരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഒരു ഫോർമാലിൻ കലർത്തിയിട്ടുള്ള മത്സ്യം എന്നുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചിട്ടുള്ള വളരെ ജനകീയമായിട്ടുള്ളൊരു അഭിപ്രായമുണ്ട്. മറ്റൊന്നുമല്ല, ഈ ഒരു ലോക്ക്ഡൗണിൻ്റെയൊക്കെ സാഹചര്യത്തിൽ ഓരോ വീട്ടിലേക്കും 10,000 രൂപ ധനസഹായം നൽകണമെന്നുള്ളതാണ് VD സതീശൻ നിയമസഭയിൽ ഉന്നയിച്ചിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ശമ്പളം മേടിക്കുന്ന ഗവൺമെൻറ് ആകട്ടെ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലുള്ള ആളുകളാകട്ടെ, ഇത്തരത്തിലുള്ള ആളുകൾ ഒഴികെയുള്ള ബാക്കിയുള്ള ആളുകളുടെ കുടുംബത്തിലേക്കാണ് ഇത്തരത്തിൽ 10,000 രൂപ ധനസഹായം നൽകണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും സഹകരണത്തോടെ ഈ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കണമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ ജനങ്ങൾക്ക് പണം നൽകുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാർക്കറ്റിലോട്ട് തന്നെ വരുന്നതായിരിക്കും. മാർക്കറ്റിനെ അത് നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നതുമായിരിക്കും. ഇത്തരത്തിൽ ഏകദേശം 10,000 കോടി രൂപ ജനങ്ങൾക്ക് നൽകുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം അതിൻ്റെ 15%, ഏകദേശം 1,500 കോടി രൂപയോളം അത് വീണ്ടും ഗവൺമെൻറ്റിലോട്ട് തന്നെ വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകും. അത് ടാക്സ് ആയിട്ടും അതുപോലെ തന്നെ മറ്റു വിഭാഗത്തിലുള്ള നികുതിയൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും അത് ഗവൺമെൻറ്റിലോട്ട് തന്നെ റിട്ടേൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇത് വളരെയധികം ജനശ്രദ്ധ നേടിയിട്ടുള്ളൊരു ജനകീയമായിട്ടുള്ളൊരു നിർദ്ദേശം തന്നെയാണ് VD സതീശൻ MLA ഉന്നയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട മറ്റൊരു അറിയിപ്പാണ്, ഏകദേശം ആളുകൾക്കൊക്കെ അറിയുന്ന അറിയിപ്പ് തന്നെയാണ്. ജൂൺ 5 മുതൽ 9 വരെ കേരളത്തിൽ ലോക്ക്ഡൗൺ, അതായത് ശക്തമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തും എന്നുള്ളത്. പല ആളുകൾക്കുള്ള സംശയമായിരിക്കും, ഈ ഒരു 9 ശേഷം ഈ ഒരു ലോക്ക്ഡൗൺ പിൻവലിക്കുമോ എന്നുള്ളത്. ഈ ഒരു കടുത്ത നിയന്ത്രണങ്ങൾ ഈ ഒരു 5 ദിവസം കൊണ്ടുവന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, കേരളത്തിൽ TPR അതുപോലെ തന്നെ മരണസംഖ്യ, ഇത് രണ്ടും കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കടുത്ത നിയന്ത്രണം കൊണ്ടുവന്നിട്ടുള്ളത്. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ആരും പുറത്തു പോകാൻ പാടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു ജൂൺ 9 ശേഷവും വീണ്ടും ലോക്ക്ഡൗൺ നീട്ടാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ജൂൺ 9 മുതൽ ഏകദേശം 15 വരെ ലോക്ക്ഡൗൺ വീണ്ടും നീട്ടും എന്നുള്ളതും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. വീഡിയോ മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക.